എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോൾമേറ്റ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോൾമേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താവുന്ന ഫീൽ എന്താണ്? ഭയങ്കര സൂതിങ് ഫീലാണ്. ഭയങ്കര ഒരു സന്തോഷം തോന്നും, ഭയങ്കര ഒരു സൂതിങ് തോന്നും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് സോൾമേറ്റ് എന്ന് പറഞ്ഞത്. സോ ഇത് തന്നെയാണ് സോൾമേറ്റ്. ആ ഒരു പോസിറ്റീവ്നെസ് ഇത് തന്നെയാണ് സോൾമേറ്റ്. നമ്മൾ സ്കൂൾ മേറ്റെന്നോ കോളേജ് മേറ്റെന്നോ എന്ന് പറയുന്നത് പോലെ സോൾമേറ്റ്. സോൾ എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയാണ്. നമ്മൾ എല്ലാം എനർജിയാണ്. സോ നമ്മൾക്ക് ഓരോ ലൈഫ് ടൈംസ് ഉണ്ട്. ഓരോ ലൈഫ് ടൈമിൽ നമ്മുടെ സോൾ ജേർണി എടുത്ത് നമ്മൾ ഈ ലൈഫിൽ നമ്മൾ വന്നിരിക്കുന്നു. അപ്പം നമ്മളുടെ ആ പഴയ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇവരെങ്ങനെ നമുക്ക് ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതൊരു കണക്ഷനാണ്, സോൾ കണക്ഷൻ. ഇതാണ് സോൾമേറ്റ്. ചിലരെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. മുമ്പ് എങ്ങും കണ്ടിട്ടില്ല, പെട്ടെന്ന് റാൻഡംലി കാണുന്നു, പരിചയപ്പെടുന്നു, ഭയങ്കരമായിട്ടും ബോണ്ടാവുന്നു. ഇതൊക്കെയാണ് ആ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പോസിറ്റ് സെക്സ് തന്നെ ആവണമെന്ന് തന്നെ ഇല്ല. നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. ഇതൊക്കെയാണ് ആ ഒരു സോൾ കണക്ഷൻ. ഇതാണ് നമ്മുടെ സോൾമേറ്റ്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു സോൾമേറ്റ് മാത്രമാണോ ഉള്ളത്? ഒരിക്കലും അല്ല. നമ്മൾക്ക് ധാരാളം സോൾമേറ്റ്സ് ഉണ്ടാവും. ആരാണ് ഈ സോൾമേറ്റ്സ്? തീർച്ചയായിട്ടും ഈ സോൾമേറ്റ്സ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും നമ്മുടെ സോൾമേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കാർമിക് കണക്ഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വൂണ്ടിലായിരിക്കുന്ന സമയത്ത് ഒരു കുന്നിന് ഒരു കുഴിക്കൊരു കുന്നുണ്ടെന്ന് പറയുന്ന കണക്ക് ഒരു ഡൗൺ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ വൂണ്ടഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു സോൾമേറ്റ് അപ്പിയർ ആവുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. നമ്മൾ വളരെ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ ചിലപ്പം വർഷങ്ങളോളം നമ്മൾ ആ ഒരു ട്രോമയിൽ പോകുന്ന സമയത്ത് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോൾ അപ്പിയർ ആവും. അതാണ് നിങ്ങളുടെ സോൾമേറ്റ്. അവർക്ക് അത് അൺകണ്ടീഷണലാണ്. അവരെന്തിനും ചിലപ്പോൾ അവർ നമ്മൾക്ക് ആ ഒരു ലെസൺ തന്നു, നമ്മളെ അവിടെ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നവരുണ്ടായിരിക്കാം. സോ ഇതാണ് യഥാർത്ഥ സോൾമേറ്റ് കണക്ഷൻസ് എന്ന് പറയുന്നത്. അത് ഒന്നല്ല, പല വ്യക്തികളും നമ്മുടെ ലൈഫിൽ ഇതുപോലെ വന്നിട്ടുണ്ടാവാം. എൻ്റെ ഒരു സോൾമേറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ആലോചിക്കായിരുന്നു. എനിക്ക് കളഞ്ഞു പോയൊരു സാധനം കിട്ടിയതുപോലുള്ളൊരു ഫീല്. അത് ഞാൻ എത്രയോ നാൾ മുന്നേ ഞാനത് പറഞ്ഞതാണ്. പക്ഷേ അത് വളരെ കറക്റ്റാണ്. നമ്മൾക്ക് എവിടേക്കോ ഇപ്പം തന്നെ നമ്മളുടെ ഒരു പണ്ടത്തെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടോ നമ്മൾ വർഷങ്ങൾ കൊണ്ട് നടന്നൊരു സാധനം, എന്തെങ്കിലും ഒരു പീസ് ഓഫ് ജ്വല്ലറി, എന്തെങ്കിലും ഒരു സാധനം, അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. നമ്മളത് ഒരുപാട് സെർച്ച് ചെയ്തു, കിട്ടിയില്ല. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു നിമിഷത്തിൽ, നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു നിമിഷത്തിൽ നമുക്കത് കിട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമ്മളുടെ പണ്ടത്തെ ഓട്ടോഗ്രാഫ് ബുക്കൊക്കെ ഇല്ലേ, അതിപ്പോൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകും. അതിൻ്റെ ഏതെങ്കിലും താളുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം. ഇതുപോലെയൊക്കെ നമുക്ക് ഭയങ്കര സൂതിങ് ആയിട്ടുള്ള അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻസ് ആണ് സോൾമേറ്റ് കണക്ഷൻസ് എന്ന് പറയുന്നത്. ഇവരെന്തിനും നമ്മുടെ ലൈഫിൽ വരുന്നു. തീർച്ചയായിട്ടും അത് ആ ഒരു സോൾ കണക്ഷനാണ്. അവിടെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടും ഒരുമിച്ച് ആ ഒരു ജേർണീനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഇവർ ഹോൾ ലൈഫ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവർ വരും, ആ ലെസൺസ് നമുക്ക് തരും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ, ആ കാർമിക് സിറ്റുവേഷനെ അവർ ഹീൽ ചെയ്തിട്ട് അവർ പോകുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷനാണ് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. സോ ഒന്നിൽ കൂടുതൽ സോൾമേറ്റ്സ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. സോ ഹൂ ഈസ് യുവർ സോൾമേറ്റ്? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ആ ഒരു സോൾമേറ്റ്, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്തൊരു സോൾമേറ്റ്, നമ്മളുടെ എല്ലാ വിഷമങ്ങൾക്കും നമ്മൾ പോലും അറിയാതെ, അത് ചിലപ്പോൾ ചില സോൾമേറ്റ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അത് നമ്മൾ പറയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന, അത് എത്ര ദൂരത്തിരുന്നാലും
മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ സോൾമേറ്റ്സും നമ്മൾക്ക് ചുറ്റിനുമുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം. അത് ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓരോ സോൾമേറ്റ്സിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. സോ ഇതാണ് സോൾമേറ്റ്സ്. സോ നിങ്ങളുടെ സോൾമേറ്റ് ആരാണ്? കമൻറ്റ് ബിലോ. നമ്മൾക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ബ്ലെസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു സോ മച്ച്.